In our previous class we have seen that the change in magnetic moment delta m is equal to minus e square r square b divided by 4 me, or the orbital motion is affected by an external magnetic field b, that is to change its velocity, so that in turn change the magnetic dipole moment, which is opposite to the applied field. Delta m is minus b, minus of b, opposite to the applied field. So this is the reason behind the property of some material that is known as diamagnetism, diamagnetic materials. So diamagnetism originates from the change in dipole moment of an atom opposite to the applied field due to the change in orbital speed of electrons. We already explained ചെയ്തു അതിൻ്റെ ഓർബിറ്റൽ സ്പീഡ് കൂടുന്നു, അതല്ലെങ്കിൽ അപ്ലൈഡ് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി അതിൽ ഡെവലപ്പ് ചെയ്യുന്ന അതിൽ ചേഞ്ച് ചെയ്യുന്ന ഡൈപോൾ മൊമെൻ്റാണ്. അത്തരം പ്രോപ്പർട്ടിയാണ് ഡയാമാഗ്നറ്റിസം എന്ന് പറയുന്നത്. ഇറ്റ് ഒറിജിനേറ്റ്സ് ഫ്രം ദി ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻ്റ് ഓഫ് ആൻ ആറ്റം ഓപ്പോസിറ്റ് ടു ദി അപ്ലൈഡ് ഫീൽഡ് ഡ്യൂ ടു ദി ചേഞ്ച് ഇൻ ഓർബിറ്റൽ സ്പീഡ് ഓഫ് ഇലക്ട്രോൺസ്. Now in an unmagnetized material, electrons orbit are randomly oriented. ഇലക്ട്രോണിക് ഓർബിറ്റ്സ് നമ്മൾ പറഞ്ഞ ഓരോ ഡൈപോൾ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു നോർത്ത് സൗത്ത്, ഫ്രം നോർത്ത് ടു സൗത്ത്, ഒരു ബാർ മാഗ്നറ്റ് പോലെ, ഒരു ടൈനി ബാർ മാഗ്നറ്റ് പോലെ നമുക്ക് ഓരോ ആറ്റോമിക് ഓർബിറ്റ്സിനെയും ഇലക്ട്രോൺസിൻ്റെ ഓരോ ഓർബിറ്റിനെ നമുക്ക് അങ്ങനെ കണക്കാക്കാം. ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നു, അതിനനുസരിച്ച് അതിന് ഒരു ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാവുകയാണ്. സോ ഒരു അൺമാഗ്നറ്റൈസ്ഡ് അല്ലെങ്കിൽ നമ്മളൊരു ഫീൽഡ് അപ്ലൈ ചെയ്യാത്ത കേസിൽ ആ മാഗ്നറ്റിക് മെറ്റീരിയൽസിൽ ഈ ഡൈപോൾസൊക്കെ റാൻഡം ഡയറക്ഷനിൽ ഓറിയൻറ്റഡ് ആയിരിക്കും. സോ ദേ ആർ റാൻഡംലി ഓറിയൻറ്റഡ് ആൻഡ് ദി ഓർബിറ്റൽ ഡൈപോൾ മൊമെൻറ്റ്സ് ആർ ക്യാൻസൽ ഇൻ ടോട്ടൽ. റാൻഡം ഡയറക്ഷനാണ്, പ്രത്യേകിച്ച് ഒരു ഓറിയൻറ്റേഷൻ ഇല്ലാത്തതുകൊണ്ട് ഒന്ന് ചിലപ്പോൾ നൈബറിങ് ഡൈപോൾസിൻ്റെ ഇഫക്റ്റ് കൊണ്ട് എല്ലാം ക്യാൻസൽ ചെയ്ത് പോകുന്ന ഒരു നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് അതിനുള്ളിൽ ഉണ്ടാവാൻ സാധ്യതയില്ല നോർമൽ കേസിൽ. നൗ വെൻ എ മാഗ്നറ്റിക് ഫീൽഡ് ബി ഈസ് അപ്ലൈഡ്, ഓർബിറ്റൽ മോഷൻ ഓഫ് ഇലക്ട്രോൺസ് ആർ ചേഞ്ച്ഡ്. നമ്മളിവിടെ കണ്ടു അതിൻ്റെ സ്പീഡ് കൂടുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദ ഡൈപോൾ മൊമെൻറ്റ്സ് ഓഫ് ആറ്റംസ് ആർ അലൈൻഡ് ഓപ്പോസിറ്റ് ടു ദി അപ്ലൈഡ് ഫീൽഡ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻ അപ്വേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ ഈ ഡൈപോൾ മൊമെൻറ്റ്സ് എല്ലാം അലൈൻ ചെയ്തിട്ട് ഓപ്പോസിറ്റ് ടു ദി അപ്ലൈഡ് ഫീൽഡ് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ഈ ഡൈപോൾ മൊമെൻറ്റ്സ് എല്ലാം കൂടെ അലൈൻ ചെയ്യുകയാണ്. അപ്പോൾ ഒരു നെറ്റ് മാഗ്നറ്റിക് ഫീൽഡിൽ അതിൽ നമ്മൾ ഒബ്സർവ് ചെയ്യും. സോ ദാറ്റ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് ഡയാമാഗ്നറ്റിസം. ഓക്കെ, അപ്പോൾ നോർമലി റാൻഡം ഡയറക്ഷനിലായിരിക്കും നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിരിക്കും, ഓർബിറ്റൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് 0 ആയിരിക്കും. നമ്മൾ ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഇഫക്റ്റ് കൊണ്ട്, ഓർബിറ്റൽ മോഷനിൽ വരുന്ന ചേഞ്ച് കൊണ്ട് ഡൈപോൾ മൊമെൻറ്റ്സ്, ഒരു പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് അവിടെ ഉണ്ടാവാണ്, ഡൈപോൾ മൊമെൻറ്റിൽ ഒരു ചേഞ്ച് വരാണ്. ഈ ഡൈപോൾസ് എല്ലാം ഓപ്പോസിറ്റ് ടു ദി അപ്ലൈഡ് ഫീൽഡ് അലൈൻ ചെയ്യുകയാണ്. ദാറ്റ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് ഡയാമാഗ്നറ്റിസം. നോർമലി ഡയാമാഗ്നറ്റിസം ഈസ് വെരി വീക്ക് ആൻഡ് ഈസ് എക്സിബിറ്റഡ് ബൈ ഓൾ ആറ്റംസ്. We have already discussed paramagnetism. So what is paramagnetism? Paramagnetism originates when the dipoles associated with the spin of unpaired electrons. Unpaired electronൻ്റെ സ്പിന്ന് കൊണ്ട് വരുന്ന ഡൈപോൾ മൊമെൻറ്റ് കൊണ്ടാണ്. അതല്ലെങ്കിൽ പെയർഡായിട്ട് നിൽക്കുന്ന എല്ലാം നമുക്കറിയാം, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് പെയർഡ് ആണെങ്കിൽ ഒന്നിൻ്റെ അപ്പ് ആണെങ്കിൽ ഒന്നിൻ്റെ ഡൗൺ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ്സ് ഒരു സ്റ്റേറ്റിലുള്ള രണ്ട് ഇലക്ട്രോൺസ് ഡൈപോൾ മൊമെൻറ്റ്സ് ക്യാൻസൽ ചെയ്യുകയാണ്. ഇനി ഓടായിട്ട് എന്തെങ്കിലും ഒരു ഡൈപോൾ മൊമെൻറ്റ് നിൽക്കണമെങ്കിൽ ആ ഡൈപോൾ മൊമെൻറ്റ് കൊണ്ടുവരുന്ന ആ ഇലക്ട്രോണിൻ്റെ ഓർബിറ്റൽ മോഷൻ കൊണ്ടുവരുന്ന ഡൈപോൾ മൊമെൻറ്റാണ് പാരാമാഗ്നറ്റിസം നൽകുന്നത്. ഡയാമാഗ്നറ്റിസം പക്ഷേ അതുപോലെയല്ല. എല്ലാ ഡയാമാഗ്നറ്റിസം എക്സിബിറ്റഡ് ബൈ ഓൾ ആറ്റംസ്, but it is significant for atoms with even number of electrons where paramagnetism cannot exist. അപ്പോൾ ഡയാമാഗ്നറ്റിസം വീക്ക് ആയതുകൊണ്ട് തന്നെ പാരാമാഗ്നറ്റിക് ആയിട്ടുള്ള മെറ്റീരിയലിൽ ഉണ്ടെങ്കിൽ പാരാമാഗ്നറ്റിസമാണ് ഡോമിനേറ്റ് ചെയ്യുക. ഈ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ് കൊണ്ട് വരുന്ന ആ മാഗ്നറ്റിസം അല്ലെങ്കിൽ ആ പാരാമാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ് ഡോമിനേറ്റ് ചെയ്ത് വരിക. അതുകൊണ്ട് ഡയാമാഗ്നറ്റിസം ഡിറ്റക്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷേ പെയർഡായിട്ട് വരുന്ന അല്ലെങ്കിൽ ഈവൺ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുന്ന കേസിലാണെങ്കിൽ അവിടെ പാരാമാഗ്നറ്റിസം ഉണ്ടാവില്ല. ആ കേസിൽ നമുക്ക് വീക്കായിട്ടുള്ള ഡയാമാഗ്നറ്റിസം ഒബ്സർവ് ചെയ്യാം. അതല്ലെങ്കിൽ വി നീഡ് ഡെഡിക്കേറ്റഡ് എക്സ്പെരിമെൻറ്റ്സ് ടു ഡിറ്റക്ട് ദിസ് ഡയാമാഗ്നറ്റിക് പ്രോപ്പർട്ടി. ഈ പാരാമാഗ്നറ്റിസം ഡയാമാഗ്നറ്റിസം ഒക്കെ സ്റ്റഡി ചെയ്യാനായിട്ടുള്ള എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻറ്റ് MSc വരുന്നൊരു എക്സ്പെരിമെൻ്റാണ്. ആ ഒരു എക്സ്പെരിമെൻറ്റ് ഇസ് കോൾഡ് ഗോയ്സ് മെത്തേഡ്, അല്ലെങ്കിൽ ഇതാണെങ്കിൽ ക്യൂങ്സ് മെത്തേഡ് ലിക്വിഡായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ലാബിലുള്ള സെറ്റപ്പാണ്. ഒരു സ്ട്രോങ് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തുകൊണ്ട് ഇതിൽ വരുന്ന ലിക്വിഡ് അല്ലെങ്കിൽ ആ സോളിഡായിട്ടുള്ള ഫോമിൽ വരുന്ന അതിൽ ആ ഇഫക്റ്റ്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇഫക്റ്റ് സ്റ്റഡി ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റാണ്.
ഈ പ്രോപ്പർട്ടീസ് സ്റ്റഡി ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റാണ്. So I think you can distinguish now between paramagnetism and diamagnetism. Paramagnetism originates from the dipole moment of unpaired electron. Diamagnetism is due to the orbital speed of electron opposite to the applied field. And diamagnetism exhibited by all atoms. Paramagnetism is due to unpaired electron. And diamagnetism നമുക്ക് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ പാരാമാഗ്നറ്റിക് അല്ലാത്ത വളരെ വീക്ക് ആയതുകൊണ്ട് പാരാമാഗ്നറ്റിക് അല്ലാത്ത ഒബ്ജക്ട്സിനെയാണ് അത് ഈസി ആയിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ഫീൽഡ് ഓഫ് എ മാഗ്നറ്റൈസ്ഡ് ഒബ്ജക്റ്റ് ഓർ ബൗണ്ട് കറൻറ്റ്സ്. Now we know in the presence of a external magnetic field, matter become magnetized. So magnetized means നമ്മൾ കണ്ടു നേരത്തെ ടൈനി ഡൈപോൾസ് ആയിട്ടാണ് ഇലക്ട്രോണിക് ഓർബിറ്റ്സ് ടൈനി ഡൈപോൾസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരു ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ അലൈൻ. ഡയമാഗ്നറ്റിക് ആണെങ്കിൽ അതൊരു ദേ വിൽ അലൈൻ ഓപ്പോസിറ്റ് ടു ദി അപ്ലൈഡ് ഫീൽഡ്. പാരാമാഗ്നറ്റിക് ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പെർമനൻറ്റ് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈഡ് ഫീൽഡ് അതേ ഡയറക്ഷനിലായിരിക്കും. എനിവേ ദേ വിൽ അലൈൻ. അല്ലെങ്കിൽ നമ്മളൊരു ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ദർ വിൽ ബി സം ചേഞ്ച് ഓർ ദർ വിൽ ബി സം പോളറൈസേഷൻ വിത്തിൻ ദിസ് മാറ്റർ. Or we can say this is called alignment of tiny dipoles in some direction. In some direction that may be parallel or anti-parallel depending on the property of the material. ഇനി ഈ മാഗ്നറ്റിക് പോളറൈസേഷനെ ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് പാരാമീറ്റേഴ്സ് ഡിഫൈൻ ചെയ്തായിരുന്നു. ദറ്റ് ഈസ് സ്മോൾ എം ഈസ് നോൺ ആസ് dipole moment and caps m is called the magnetization. It is defined as dipole moment per unit volume. Magnetization, it is called magnetization or magnetic polarization. സോ ഒരു മാഗ്നറ്റൈസ്ഡ് മെറ്റീരിയലിൻ്റെ എങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ കാണുന്നത്. സോ ഫോർ ദിസ് വി ബിഗിൻ വിത്ത് വെക്റ്റർ പൊട്ടൻഷ്യൽ. ദ വെക്റ്റർ പൊട്ടൻഷ്യൽ ഓഫ് എ സിംഗിൾ ഡൈപോൾ വിത്ത് ഡൈപോൾ മൊമെൻറ്റ് സ്മോൾ എം is given by A is equal to mu 0 divided by 4 pi m cross r cap by r square. This is an expression that we obtained from the multipole expansion. We know magnetic vector potential is related with the field as B is equal to del cross B. അപ്പോൾ നമ്മൾ വെക്റ്റർ പൊട്ടൻഷ്യലിനെ കുറിച്ചാണ് പറയുന്നത്. അതർവൈസ് ദാറ്റ് വിൽ ഡിപ്പെൻഡ്സ് ഓൺ ദി ഫീൽഡ് ഇറ്റ് സെൽഫ്. ഓക്കെ. Now in magnetized object each volume, so consider a magnetized object. ഇനി ഇതിൻ്റെ ഓരോ ചെറിയ വോളിയം എലമെൻറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഈ ഒരു സെഗ്മെൻറ്റ് ഒരു ക്യൂബിക്കൽ സെഗ്മെൻറ്റ് വിത്ത് ഇൻഫിനിറ്റെസിമൽ വോളിയം d top prime the volume element varies from സോ ഈ ഒരു ചെറിയ വോളിയം എലമെൻറ്റിലെ ഡൈപോൾ മൊമെൻറ്റ് എത്രയായിരിക്കും? ഈ ഒരു ചെറിയ വോളിയം എലമെൻറ്റിൽ ഇഫ് സ്മോൾ എം ഈസ് ഡൈപോൾ മൊമെൻറ്റ് വി ക്യാൻ സേ ദ ഡൈപോൾ മൊമെൻറ്റ് എം ഈസ് ഈക്വൽ ടു എം ഡി ടോ. വൈ? എം ഈസ് ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം. സോ മാഗ്നറ്റൈസേഷൻ എം ഈസ് ഗിവൺ ബൈ വോളിയം ടൈംസ് മാഗ്നറ്റൈസേഷൻ. അപ്പോൾ ഇതിൻ്റെ മാഗ്നറ്റൈസേഷൻ ക്യാപ്സം ആണെങ്കിൽ സോ ദ ഡൈപോൾ മൊമെൻറ്റ് സ്മോൾ എം ഈസ് ഗിവൺ ബൈ മാഗ്നറ്റൈസേഷൻ ടൈംസ് വോളിയം എലമെൻറ്റ് d top prime. ഇനി ഇവിടുത്തെ വേരിയബിൾ വരുന്നത് നമ്മൾ ഓരോ വോളിയം എലമെൻറ്റ് എടുക്കുമ്പോൾ അവിടെ വേരി ചെയ്യുന്നത് ഈ കോർഡിനേറ്റ് r prime ആണെങ്കിൽ d top prime, അതുകൊണ്ടാണ് ഇതിന് പ്രൈം കോർഡിനേറ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. Now the total vector potential is given by A is equal to mu 0 divided by 4 pi. നേരത്തെ എക്സ്പ്രഷനിൽ നമുക്കുണ്ടായിരുന്നത് എം ക്രോസ് സ്മോൾ എം ക്രോസ് ആർ ക്യാപ്പ് എന്നായിരുന്നു. സ്മോൾ എം ഇസ് ഗിവൺ ബൈ മാഗ്നറ്റൈസേഷൻ ക്യാപ്സ് എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇത് എൻ്റയർ വോളിയത്തിൽ കാണാനായിട്ട് എൻ്റയർ വോളിയത്തിലെ വെക്റ്റർ പൊട്ടൻഷ്യൽ കാണാനായിട്ട് വി വാണ്ട് ടു ഇൻ്റഗ്രേറ്റ് ഓവർ ദിസ് വോളിയം. സോ ഇൻ്റഗ്രൽ വോളിയം സ്മോൾ എം ഇസ് ഗിവൺ ബൈ ക്യാപ്സ് എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ caps m d top prime now cross r cap by r square. Now we have this identity, we have proved this identity that is gradient of 1 by r is given by r cap by r square. Okay, now substitute for r cap by r square as gradient of 1 by r. So mu 0 divided by 4 pi volume integral m cross r cap by r square is replaced with del prime 1 by r, gradient of 1 by r d top prime. Now let me use another product rule. We have curl of product of a scalar and vector is given by scalar f times del cross a minus a cross del f.
So from that I can write an expression for this term. ഈ ടൈമിനെ ഞാൻ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരണം. സോ ദാറ്റ് ബിക്കം പ്ലസ് എ ക്രോസ് ഡെൽ എഫ് ഇസ് ഈക്വൽ ടു എഫ് ഡെൽ ക്രോസ് എ. ഈ ടൈം അങ്ങോട്ട് പോവാണ്. സോ മൈനസ് ഡെൽ ക്രോസ് എഫ് എ. സോ ഈ ബ്രാക്കറ്റിനകത്ത് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എടുക്കുന്ന ഈ കാര്യത്തെ നമുക്ക് ഈ യു ക്യാൻ ഐഡൻറ്റിഫൈ എ ആസ് എം ആൻഡ് എഫ് ആസ് 1/r, സ്കാലർ എഫ് ആസ് 1/r. സോ എ ഈസ് എം ഹിയർ and f is 1/r. So using this product rule, you can write mu 0 divided by 4 pi. This can be written as f, that is 1/r, del cross a, that is del prime cross m d tau, then minus del cross, so del cross f a, so 1/r times m d tau prime. Now let me convert the last volume integral into a surface integral, closed surface integral using Gauss's theorem. So mu 0 divided by 4 pi, first term as such, minus closed surface integral curl of a vector field. Volume integral of curl of a vector field is equal to surface integral of that vector. So here the vector is m/r. So m/r cross dA prime. Now we had defined vector potential in terms of volume and current density. We have A. For a volume current density, the vector potential is given by mu 0 divided by 4 pi volume integral j d tau by r. ഇനി അത് സർഫസ് ടൈം ആണെങ്കിൽ the surface integral വരും mu 0 divided by 4 pi s k dA by r. j d tau ന് വരും k dA. അത് നമ്മൾ ലീനിയർ കറണ്ടിൻ്റെ കേസിനെ ജനറലൈസ് ചെയ്തിട്ട് സർഫസ് കറണ്ടും വോളിയം കറണ്ടും ആക്കുന്നതാണ്. So here K is the surface current density, J is the volume current density. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന രണ്ട് ടേമുകളെ നമുക്ക് ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ടേം mu 0 divided by 4 pi 1/r del prime cross m. You can identify this term as JB, some JB. അതായത് വോളിയം ഇൻ്റഗ്രൽ ആണെങ്കിൽ വെക്ടറിൻ്റെ വെക്ടർ പൊട്ടൻഷ്യലിൻ്റെ ജനറൽ ഇക്വേഷൻ mu 0 divided by 4 pi j d tau by r. ഇവിടെ അതേ ഫോമിലാണ്. Instead of j we have this del cross m. So if I write this as mu 0 divided by 4 pi jb d tau by r, I can identify jb as del cross m. Similarly second term surface integral ആണ് k dA by r. So instead of k times dA by r, we have m/r cross n cap. So ഇതിനെ ഞാൻ എഴുതാണ് mu 0 divided by 4 pi closed surface integral kb dA by r. So here we have kb as m cross n. So what is n here? n, അതായത് m cross dA ആണ് ഇവിടെ വരുന്നത്. dA can be written as its magnitude dA prime times n cap അതിൻ്റെ ഡയറക്ഷൻ. ഒരു സർഫസിന് നോർമലായിട്ട് വരുന്ന വെക്ടറാണ് ഏരിയയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സർഫസിൻ്റെ നോർമലാണ് n. സോ n ഈസ് എ നോർമൽ യൂണിറ്റ് വെക്ടർ. സോ m ക്രോസ് n ക്യാപ് dA ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതിൽ ഇവിടെ നമ്മൾ എഴുതിക്കുന്നത് kb dA ആണ്. സോ kb dA by r ആണ്. സോ യു ക്യാൻ ഐഡൻറ്റിഫൈ kb as m ക്രോസ് n. kb is equal to m cross n. So what is the conclusion? So we can write these two terms as mu 0 divided by 4 pi volume integral jb by r d tau prime plus, sorry this is minus, oh no this is plus itself, mu 0 divided by 4 pi closed surface integral kb by r dA. You can identify jb is equal to del cross m and kb is equal to m cross n. So the potential hence B of a magnetized object is the same as would be produced by a volume current JB through the material plus surface current KB through the boundary. അതായത് പൊട്ടൻഷ്യലിൻ്റെ ജനറൽ എക്സ്പ്രഷനാണ് നമ്മളിവിടെ എഴുതിയത്. ഒരു വോളിയം കറണ്ട് ആയിരുന്നെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിൻ്റെ എക്സ്പ്രഷൻ ഇതാണ്, സർഫസ് കറണ്ട് ആണെങ്കിൽ ഇതാണ്. നമ്മൾ ഫൈനലി നമുക്ക് ഈ ഒരു മാഗ്നറ്റൈസ്ഡ് ഒബ്ജക്റ്റിലെ പൊട്ടൻഷ്യൽ എഴുതി കഴിയുമ്പോൾ നമുക്ക് രണ്ട് ടേമാണ് കിട്ടിയത്. അതിലെ ഫസ്റ്റ് ടേം അവിടെ JB ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യലിന് ഈക്വാലൻ്റ് ആണ്, വോളിയം കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യലിന് ഈക്വാലൻ്റ് ആണ്. സെക്കൻഡ് ടൈം ഒരു സർഫസ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന് ഈക്വാലൻ്റ് ആണ്. സോ യു ക്യാൻ ഐഡൻറ്റിഫൈ the potential of a magnetized object is the same as that would be produced by volume current JB and surface current KB of the boundary, where JB and KB are called bound currents. We'll see in detail
what this bound current, what are the physical interpretation of these bound currents in the next session. For the time being, we have our arguments goes like a mathematical procedure. So JB and KB are the bound currents, which means they are bounded to the material. ഇപ്പോൾ പ്രീവിയസ് കേസിൽ അല്ലെങ്കിൽ നമ്മൾ ഈ പൊട്ടൻഷ്യലൊക്കെ ഡിഫൈൻ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു വോളിയം കറണ്ട് ഒക്കെ, അല്ലെങ്കിൽ ഈ കറണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കറണ്ടാണ്, ഒരു വയറിൽ കൂടെ പോകുന്ന കറണ്ട്, അല്ലെങ്കിൽ ഒരു സോളിഡായിട്ടുള്ള ഒരു കണ്ടക്ടറിൽ കൂടെ പോകുന്ന കറണ്ട്. ആ കേസുകളിലെ വോളിയം കറണ്ട് സർഫസ് കറണ്ടാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മളിവിടെ ആർഗ്യൂ ചെയ്യുന്നത് അതിന് ഈക്വാലൻ്റ് ആണ് ഈ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള ഒരു വോളിയം കറണ്ട്, ഒരു മാഗ്നറ്റൈസ്ഡ് ഒബ്ജക്റ്റിന് മെറ്റീരിയലിനുള്ളിലുള്ള ഒരു വോളിയം കറണ്ടും അതിൻ്റെ സർഫസിലുള്ള കറണ്ടിനും പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഫീൽഡിന് ഈക്വാലൻ്റ് ആണ് ഈ പൊട്ടൻഷ്യൽ എന്നാണ് നമ്മൾ പറയുന്നത്. So these currents and surface and volume currents are called bound currents because they are bounded to the material. That I will explain in the next class.